ഇനി ചേട്ടൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വന്നാൽ എങ്ങനെ പോകുന്നു ജീവിതം? അടിപൊളിയായിട്ട് പോകുന്നു, നല്ലതായിട്ട് പോകുന്നു, ഹാപ്പിയായിട്ട് പോകുന്നു പറയാം. ഞാനിപ്പോൾ ഞങ്ങൾ 3-4 തട്ടുകൾ നിറഞ്ഞ ജീവിതമാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രേക്ഷകർക്കും പല വീഡിയോകളും തട്ടുകട ഇപ്പോൾ അടുത്താൾ തുടങ്ങി. അതിപ്പോൾ കുറച്ച് ദിവസം അടച്ചിട്ടേക്കാണ്. ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയില്ല. അവർ ബാക്കിയുള്ളവർ മെനിങ്ങാന്ന് തുടങ്ങിയിട്ടുണ്ട്. പഴയ ആ ഒരു ഇതിലിനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ എന്താ പറയുക, തിരക്കാണ്, പാമ്പിൻ്റെ തിരക്ക്. പിന്നെ അതിൽ അച്ഛന് ഇടയ്ക്ക് RCC ആയിട്ട് മരണപ്പെട്ടു. അനിയത്തി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റുണ്ട്, ചെറിയ ഷുഗർ കൂടിയിട്ടുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെ അങ്ങനെ ട്രീറ്റ്മെൻറ്റായിട്ടൊക്കെ നടന്നു പോകുന്നു. അങ്ങനെ എന്തായാലും ഞാൻ സന്തോഷമാണ്. കാരണം എനിക്ക് എൻ്റെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം. ഞാൻ കഴിഞ്ഞ ഒരു വാർത്തയിൽ ഞാൻ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആൻറ്റിവെനം റീഡെവലപ്പ് ചെയ്യണം. റീഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഡെത്ത് സംഭവിക്കും. ഞാനൊരു സയൻറ്റിസ്റ്റ് അല്ല, ഞാൻ റിസർച്ച് ഉള്ള. പക്ഷേ എൻ്റെ ശരീരത്തിൽ കിട്ടിയ ആൻറ്റിവെനത്തിൻ്റെ റിയാക്ഷനും മറ്റൊരാളിനുണ്ടാകുന്ന റിയാക്ഷനൊക്കെ കണ്ട് മെഡിക്കൽ ഒരാൾ പാമ്പടി ചെല്ലുമ്പോൾ ഞാൻ ചൊല്ലും, അറിയപ്പെടുന്ന പാമ്പടി എങ്ങനെയാണ് കടിച്ചിട്ട് എത്ര സമയം എങ്ങനെയാണ് എവിടെയാണ് കടി കിട്ടി എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടുന്ന റിയാക്ഷൻ അവർക്ക് കിട്ടുന്ന റിയാക്ഷനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ മരുന്ന് റീഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ഡോക്ടർ എന്നല്ല എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സുരേഷിന് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും പഴക്കമുള്ളൊരു മരുന്ന് ചെയ്യുമ്പോൾ അതിന് സൈഡ് എഫക്റ്റും റിയാക്ഷനും, പാമ്പ് കടിച്ച ഒരാൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് ഒരു അമ്മ പാമ്പ് കടിയിട്ട് റിക്കവർ ICUവിനൊക്കെ വെന്റിലേറ്ററിൽ കഴിഞ്ഞ് വാടി വന്നിട്ട് അന്ന് രാത്രി അമ്മ മരിക്കുന്നു. അന്ന് രാത്രി അമ്മ ഒരിക്കലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിലേ മരിക്കാൻ സാധ്യതയുള്ളൂ. സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിലേ മരിക്കാൻ സാധ്യതയുള്ളൂ. മരിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ പുള്ളി പറഞ്ഞു, ഇത് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ചിന്തിച്ച കാര്യമാണ് സുരേഷ്, ഇത് ഓപ്പണായിട്ട് പറഞ്ഞത്. ഇന്നലെ ഡോക്ടർ എന്നെ വിളിച്ച്, തൃശ്ശൂരിലുള്ള ഡോക്ടർ, റിസർച്ച് ഡോക്ടർ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഈ എന്താ പറയുക, കിറ്റിലൊക്കെ റിസർച്ച് ചെയ്യുന്നത്. അതുപോലെ ഡോക്ടർ ദിലീപ്, അവരൊക്കെ ഭയങ്കര എന്താ പറയുക, പാമ്പിനെ കുറിച്ച് ഒരുപാട് ഞങ്ങൾ ഒരുമിച്ച് ടീം വർക്കായിട്ട് നടത്തിയൊരു കാര്യമാണ്, സംരംഭമാണ് ഇതൊക്കെ. പക്ഷേ ഇവിടെ എങ്ങനെ ഇപ്പോൾ നിങ്ങളിപ്പോൾ 10 പേര് എന്നെ വിളിച്ച് 10 പേര് സംസാരിക്കുമ്പോൾ ഒരാൾ നോക്കുമോ, ഇത് അസൂയ, കുശുമ്പ്, ഈ സാധനം നശിച്ചില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു ടീം വർക്ക് എന്നുള്ള സാധനമേ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യും, ആ മീഡിയയിൽ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി എന്താ സംഭവിക്കുക, അത് വിജയിക്കും. അല്ല, അപ്പോൾ അത് നമുക്കിത് ഒരു ടീം വർക്കായിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ നമുക്കറിയാലോ, കേരളത്തിൽ ഒരുപാട് പാമ്പ് കൊടുത്തക്കാർ, പഴയ പാമ്പുടെ ജീവിതം കളഞ്ഞുകൊണ്ട് അവർക്കൊക്കെ ഒരുപാട് അറിവുകളുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഒരു നായുടെ വില പോലും കൊടുക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, പാമ്പ് എന്താണെന്ന് അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് പാമ്പിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എനിക്ക് കടിയിട്ട് എനിക്ക് പറയാൻ പറ്റും, 16 കടി, സീരിയസ് ആയ കടി, 6 വെന്റിലേറ്റർ, 10 ICU, ഈ 16 എനിക്ക് പാഠമാണ്. അപ്പോൾ ആദ്യത്തെ കടി കിട്ടുമ്പോൾ എങ്ങനെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ 499 വേറെ കടികളുണ്ട്, മൂർക്കൻ്റെ കടികൾ വേറെ ഉണ്ട്, കുഞ്ഞു കടികൾ, മരുന്നെടുക്കാത്ത കടികളാണ്. അപ്പോൾ അതെനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കടി കിട്ടുമ്പോൾ എത്ര സമയം കൊണ്ടാണ് വേദന എടുക്കുന്നു, എത്ര സമയം കൊണ്ട്. അപ്പോൾ ഇത്രയധികം പാമ്പുകൾ കടിച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ പറയുന്നു. അപ്പോൾ ശരീരത്തിൽ സ്വന്തമായി തന്നെ ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അത് ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കടികളിലൊക്കെ ഞാൻ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടത്. പക്ഷേ എനിക്ക് കൊറോണ വന്നു, 1.5 മാസം കിടന്നു. അപ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ. പക്ഷേ എന്നാലും ഞാൻ അതിജീവിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ കാല് തുടയിലെ കടി മാത്രമാണ്. ഈ 2025 എനിക്ക് 3 സീരിയസ് ആയ കടികളുണ്ടായിരുന്നു. ഒറ്റ കുഞ്ചായത് നോക്കിയുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയതാണ്, കഴിഞ്ഞ നവംബറിൽ കിട്ടിയ കടിയാണ്. വേണ്ട, ഇത് ഞാൻ ഇത് ആൻറ്റിവെനം കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് സർജറി ചെയ്തു. ഞാൻ സ്വന്തമായിട്ട് കയറി ഈ മാംസം എല്ലാം എടുത്ത് കളഞ്ഞ് ഞാൻ റെഡിയാക്കി എടുത്തത്. ഇവിടെ കൈമനത്ത് വെച്ച് നവംബറിൽ. ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ്, ഇപ്പോൾ നമ്മുടെ പേരൂക്കട വെച്ച് ഇപ്പോൾ ഒരു 3 മാസം പോലും ആയിട്ടില്ല. 2025 ലാസ്റ്റ് കടി കിട്ടിയതാണ് ഇതൊക്കെ. ഇതെല്ലാം 2025 കിട്ടിയ 3 കടികളാണ്. ആരെങ്കിലും പറഞ്ഞു ഇതൊക്കെ ഞാൻ പഠിക്കുന്നു. നിങ്ങൾ എന്നാലും ഞാൻ ഡോക്ടറുടെ യൂണിറ്റിൻ്റെ നമ്പർ തരാം, യൂണിറ്റ് ചീഫ് നമ്പർ. ഇത് കടി കിട്ടിയ സമയത്ത് കൈമനത്ത് കടി, ചെറിയ മുറുക്ക്, ഇത്തുള്ള മുറുക്കിനാണ് കടിച്ചപ്പോൾ ഞാൻ, സാറേ നിങ്ങൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് ആൻറ്റിബോഡി ഉണ്ടെന്ന് പഠിക്കണം സാറേ, ഇപ്പോൾ എന്നെ സഹായിക്കണം, എനിക്ക് എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ആൻറ്റിവെനം എടുക്കുന്നത് ചോദിച്ചു നോക്കും. ആൻറ്റിവെനം എടുക്കരുത്, എനിക്കൊന്ന് എത്ര സമയം കൊണ്ട് എനിക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് പഠിക്കണമെന്ന് പറയും. അന്ന് ആൻറ്റിവെനം എടുത്തിട്ടില്ല, പിറ്റേന്ന് ആൻറ്റിവെനം എടുത്തില്ല. 36 മണിക്കൂർ കഴിഞ്ഞാണ് അവർ നിർബന്ധം പറയുന്നത്, സുരേഷ് ഞങ്ങൾക്ക് നിങ്ങളെ വെച്ച് പരീക്ഷിക്കാൻ പറ്റില്ല, ഇത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല സാർ, എന്തുകൊണ്ട് ഞാൻ ഏറ്റുന്നു, അല്ല ശരിയാവില്ല. അങ്ങനെ അവർ നിർബന്ധിച്ചാണ് എനിക്ക് ആൻറ്റിവെനം എടുത്തത്. അപ്പോൾ എനിക്ക് ആ റെസിസ്റ്റിംഗ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ശരീരം പഠിക്കാൻ ശ്രമിക്കുന്നു. പഠിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. കടി കിട്ടിയവർക്ക് കടിയെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരു തെറ്റായ ഒരു വാർത്ത ഉണ്ട്. എന്താണെന്നറിയാമോ, വലിയ മൂർഖൻ്റെ കടിയേക്കാളും അവരകമാണ് ചെറിയ മൂർഖൻ്റെ കടിയെന്ന്. എന്ത് വിവരമില്ലായിരിക്കും. കുഞ്ഞു മൂർഖൻ പാമ്പിൻ്റെ വെനം വളരെ പ്യുവറായിട്ടുള്ള പ്രോട്ടീനാണ്, വളരെ ഫ്രഷാണ്. അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവനെ അപഹരിക്കാൻ കഴിവുള്ള വെനമില്ല. അത് ഹൈ പ്രോട്ടീനാണ്, അത് പ്യുവറാണ്, അത് വീര്യം വരുന്നില്ല. അപ്പോൾ വലിയ പാമ്പ് തന്നെയാണ്, ചെറിയ പാമ്പ്. എന്നാലും ഒരു മാസം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവനെ അപഹരിക്കാനുള്ള വെനം അവൻ്റെ ഗ്ലാൻഡിലുണ്ടാവുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.